ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ലോ റിഗാർഡിംഗ് കോഓപ്പറേഷൻ ഇൻ ദ വേൾഡ്. ഫസ്റ്റ് ലോ എന്ന് പറയുമ്പം ഫസ്റ്റ് ലോ റിഗാർഡിംഗ് കോഓപ്പറേഷൻ ഇൻ ദ വേൾഡ് വന്നിട്ട് ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് വന്നിട്ട് 1852. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് 1852. ഫസ്റ്റ് ലോ റിഗാർഡിംഗ് കോഓപ്പറേഷൻ ഇൻ ദ വേൾഡ് ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് 1852. Then the Bill of Industrial Providence Act was drafted by ജോൺ മാൽക്കം. ആ ഒരാളിൻ്റെ പേരാണ് ജോൺ മാൽക്കം ലഡ്ലോ ആണ് ഈ ബില്ല് എന്ത് ചെയ്തത്? ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തത്. ബിൽ ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് വാസ് ഡ്രാഫ്റ്റഡ് ബൈ ജെ.എം. ലഡ്ലോ ആണ്, അല്ലെങ്കിൽ ജോൺ മാൽക്കം ലഡ്ലോ ആണ് ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് മൂവ്ഡ് ടു ദ പാർലമെന്റ് ബൈ റോബർട്ട് സ്ലാരി. അപ്പോൾ ഈ ബില്ല് പാർലമെന്റിലേക്ക് മൂവ് ചെയ്തത് റോബർട്ട് ആരാണെന്ന് വളരെ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. റോബർട്ട് സ്ലാരിയാണ് ബില്ല് പാർലമെന്റിലേക്ക് മൂവ് ചെയ്തത്. പാർലമെന്റിലേക്ക് ബില്ല് മൂവ് ചെയ്തത് റോബർട്ട് സ്ലാരി. അപ്പോൾ വളരെ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലോ എന്നറിയപ്പെടുന്നത് ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് 1852 വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ടിന്റെ ബില്ല് ഡ്രാഫ്റ്റഡ് ബൈ ജോൺ മാൽക്കം ലഡ്ലോ. ഈ ജോൺ മാൽക്കം ലഡ്ലോ ആണ് ജെ.എം. ലഡ്ലോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ഈ ബില്ല് പാർലമെന്റിലേക്ക് മൂവ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് സ്ലാരിയാണ് പാർലമെന്റിലേക്ക് ഈ ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് മൂവ് ചെയ്തത്. ദെൻ ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് വാസ് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ്. അപ്പൊ ഏത് പാർലമെന്റാണ് ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് പാസ്സാക്കിയതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് പാർലമെന്റ്. പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ്. ആരാണ് പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് ബില്ല് പാസ്സാക്കിയത്. ദെൻ ഈ ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് 1852 ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഈ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിഡ് നോട്ട് അലൗ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി അനുവദിക്കുന്നതിൽ ഇത് പരാജയപ്പെട്ടിരുന്നു. അതായത് ഡിഡ് നോട്ട് അലൗ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി. Then next point, did not allow the formation of secondary societies and central societies. Secondary societiesഉം central societiesഉം അനുവദിക്കുന്നതിലും ഈ ബ്രിട്ടീഷ് പാർലമെന്റ്, അതായത് ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് വളരെ പരിമിതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലിമിറ്റേഷൻസ് പറയുമ്പോൾ നമ്മൾ 2 പോയിന്റ് ഇവിടെ പറഞ്ഞു. Did not allow limited liability societies, the first one. Did not allow limited liability societies, the first one. Then next one വന്നിട്ട് സെൻട്രൽ സൊസൈറ്റീസും എന്തുമില്ല, സെൻട്രൽ സൊസൈറ്റീസും സെക്കൻഡറി സൊസൈറ്റീസും സെൻട്രൽ ഓർ സെക്കൻഡറി സൊസൈറ്റി അനുവദിക്കുന്നതിലും പരാജയപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ പോരായ്മയായിരുന്നു, ലിമിറ്റേഷൻസ് ആയിരുന്നു. ദെൻ ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട വർഷമാണ് 1852. ഈ 1852 ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് സൊസൈറ്റീസ് ആക്ട് എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ അമെൻഡ് ചെയ്തു. അമെൻഡ്മെന്റ് നടന്ന വർഷം 1862. 1852 ആഫ്റ്റർ 10 years അമെൻഡഡ്. അതായത് ഇൻഡസ്ട്രിയൽ പ്രോവിഡൻസ് ആക്ട് ഫസ്റ്റ്ലി അമെൻഡഡ് ഇൻ 1862. റയോട്ട്. അപ്പൊ ഏത് ഒരു വിപ്ലവത്തിന്റെ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിൽ ഏത് വിപ്ലവത്തിന്റെ ഫലമായി ചോദിച്ചാൽ ഡക്കാൻ റയോട്ട്. അടുത്ത ഒരു പോയിന്റ്,
ഡക്കാൻ റയോട്ടാണ് ഒരു ഡക്കാൻ റയോട്ടിൻ്റെ വർഷം വളരെ പ്രധാനപ്പെട്ട വർഷമാണ് 1874. ഡക്കാൻ റയോട്ട് നമ്മൾ പറഞ്ഞു. ഡക്കാൻ റയോട്ടിൻ്റെ വർഷം മാർക്കരുത്, 1874. ഈ 1874 വളരെ പ്രധാനപ്പെട്ട വർഷമാണ് 1874 ഡക്കാൻ റയോട്ട്. അപ്പോൾ ഡക്കാൻ റയോട്ട് ഇതിനൊരു കമ്മീഷൻ ഉണ്ട്, അതിൻ്റെ വർഷവും നമ്മൾ മാറിപ്പോകരുത്. ഡക്കാൻ റയോട്ട് വന്നിട്ട് 1874, ഡക്കാൻ റയോട്ട് കമ്മീഷൻ 1875. 1875 ഡക്കാൻ റയോട്ട് കമ്മീഷൻ. ദെൻ ഡക്കാൻ റയോട്ട് കമ്മീഷൻ വന്നിട്ട് 1875. ഇതിനെ അനുബന്ധിച്ച് നമ്മൾക്ക് വേറെ ഒന്ന് പഠിക്കാനുള്ളത് ഡക്കാൻ റയോട്ട് അല്ലെങ്കിൽ ഡക്കാൻ റയോട്ട് 1874, ഡക്കാൻ റയോട്ട് കമ്മീഷൻ 1875. ദെൻ ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്, ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്, ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്, അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്, അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് വന്നിട്ട് 1879. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. 1879 ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്. ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879. അപ്പോൾ ഡക്കാൻ റയോട്ട് 1874, ഡക്കാൻ റയോട്ട് കമ്മീഷൻ 1875, ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്, ഡക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് ഡക്കാൻ അഗ്രികൾച്ചറിസ്റ്റ് റിലീഫ് ആക്ട് 1879. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഫസ്റ്റ് ഫാമിൻ കമ്മീഷൻ ഓർ ഫാമിൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ്. ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഫാമിൻ കമ്മീഷൻ 1880 ഫാമിൻ കമ്മീഷൻ പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ്. ഫാമിൻ കമ്മീഷൻ പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ്. ഫാമിൻ കമ്മീഷൻ പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ് 1880. ഇത് ഫസ്റ്റ് ഫാമിൻ കമ്മീഷനാണ്, മറന്നുപോയത്. ഫസ്റ്റ് ഫാമിൻ കമ്മീഷൻ 1880 പാസ്ഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ്. അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് ആണ് 1880 ഫാമിൻ കമ്മീഷൻ പാസ് ചെയ്തത്. ദെൻ തക്കാവി ലോസ്, നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലേക്ക് കടക്കുന്നു. തക്കാവി ലോസ് വെയർ ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഫാമിൻ കമ്മീഷൻ. ഈ ഫാമിൻ കമ്മീഷൻ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കി. ഈ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഫാമിൻ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ തക്കാവി ലോസ് പാർലമെന്റ് പാസ്സാക്കി. ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ തക്കാവി ലോസ് അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ടും 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്ട് ഇത് രണ്ട് കൂടിയാണ് നമ്മൾ തക്കാവി ലോസ് എന്ന് പറയുന്നത്. 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ടും 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്ടും ടുഗദർ വി കോൾഡ് തക്കാവി ലോസ്. അപ്പം നമ്മൾ പറഞ്ഞു തക്കാവി ലോസ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ഫാമിൻ കമ്മീഷനാണ് തക്കാവി ലോസ് റെക്കമെൻഡ് ചെയ്തത്. ദെൻ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ടും അഗ്രികൾച്ചറൽ ലോൺ ആക്ടും ടുഗദർ നമ്മൾ വിളിക്കുന്നതാണ് തക്കാവി ലോസ്. ഈ തക്കാവി ലോസിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് തക്കാവി ലോസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗവൺമെന്റ് ആണ്, മറന്നുപോകരുത്. തക്കാവി ലോസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് ആണ് തക്കാവി ലോസ് കൊടുക്കുന്നത്. തക്കാവി ലോസ് എന്ന് പറഞ്ഞാൽ തക്കാവി നിയമം. പക്ഷേ നമ്മൾ പറയുന്നു തക്കാവി ലോ പ്രകാരം ഇഷ്യൂ ചെയ്യുന്ന ലോണിനാണ് നമ്മൾ തക്കാവി ലോൺസ് എന്ന് പറയുന്നത്. തക്കാവി ലോൺസ് ഇഷ്യൂഡ് ബൈ അല്ലെങ്കിൽ പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് ആണ്, മറന്നുപോകരുത്. തക്കാവി ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. അപ്പം നമ്മൾക്ക് ഇവിടെ പ്രധാനമായിട്ടും ഒരു പോയിന്റ് പഠിക്കാനുള്ളത് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ടും ഈ ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ടിന്റെ ഒരു പ്രത്യേകത ഫോർ ഇഷ്യൂയിങ് ലോങ് ടേം ലോൺസ്. ഈ ലോങ് ടേം ലോൺസ് ആണ് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് പ്രകാരം ലോങ് ടേം ലോൺസ് ആണ് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അഗ്രികൾച്ചറൽ ലോൺ ആക്ട് പ്രകാരം ഷോർട്ട് ടേം ആണ്. 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്ട് എന്തിനു വേണ്ടിയാണ് ചോദിച്ചാൽ ഫോർ ഇഷ്യൂയിങ്
ഷോർട്ട് ടേം ലോൺസ്. അതായത് ഓരോ ടേം ലോൺസുകളുണ്ട്, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പോൾ ഷോർട്ട് ടേം, ലോങ് ടേം, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ഒക്കെ ഉണ്ട്. അപ്പോൾ ഷോർട്ട് ടേം ലോൺ കൊടുക്കുന്നത് അഗ്രികൾച്ചറൽ ലോൺ ആക്ട് പ്രകാരവും ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് പ്രകാരവുമാണ്. അപ്പോൾ വർഷമാണ് പ്രധാനപ്പെട്ടത്, മറന്നുപോകരുത്. 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്റ്റും 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്റ്റും. ഇത് തമ്മിൽ മാറിപ്പോകരുത്. ഒത്തിരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 1883. അപ്പം നമ്മളോട് ചോദിക്കും ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ ചോദിച്ചാൽ ഇത് രണ്ട് ഓപ്ഷനിൽ തന്നിരിക്കും. അപ്പം നമുക്ക് അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഒരു കാരണവശാലും അവിടെ കൺഫ്യൂഷൻ വരരുത്, വളരെ വ്യക്തമായി പഠിക്കണം. 1883 ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട്, ദെൻ അഗ്രികൾച്ചറൽ ലോൺ ആക്ട് വന്നിട്ട് 1884. പിന്നെ ഈ തക്കാവി ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ വളരെ വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. 883 ലോങ് ടേം ലോൺ പ്രകാരം ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺ ആക്ട് പ്രകാരം ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്നു. അഗ്രികൾച്ചറൽ ലോൺ ആക്ട് പ്രകാരം, അതായത് 1884 അഗ്രികൾച്ചറൽ ലോൺ ആക്ട് പ്രകാരം ഷോർട്ട് ടേം ലോണുകളും പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത് 1892 വളരെ പ്രധാനപ്പെട്ട ഒരു ഇയർ ആണ്. 1892 മദ്രാസ് ഗവൺമെന്റ് ഡെപ്യൂട്ടഡ്, മദ്രാസ് ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. മദ്രാസ് ഗവൺമെന്റ് ഡെപ്യൂട്ടഡ് സർ ഫ്രെഡറിക് നിക്കോൾസൺ ടു യൂറോപ്പ് ടു സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് റൂറൽ ഇൻഡെപ്റ്റഡ്നെസ്. അതായത് ലോർഡ് വെൻലോക്ക് ഗവർണർ ആയിരിക്കുന്ന മദ്രാസ് പ്രൊവിൻസില് മദ്രാസ് ഗവൺമെന്റ് ഡെപ്യൂട്ട് ചെയ്തതാണ്. അതായത് ലോർഡ് വെൻലോക്ക് ആയിരുന്നു അന്നത്തെ അവിടുത്തെ ഗവർണർ. അപ്പൊ ഈ ഗവർണർ ഡെപ്യൂട്ട് ചെയ്തു എവിടേക്ക്? സർ ഫ്രെഡറിക് നിക്കോൾസൺ. ആരെ? ഫ്രെഡറിക് നിക്കോൾസനെ. ഫ്രെഡറിക് നിക്കോൾസനെ ഡെപ്യൂട്ട് ചെയ്തത് മദ്രാസ് ഗവൺമെന്റ് ആണ്. ടു സ്റ്റഡി, എന്തിനു വേണ്ടി? ടു സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് റൂറൽ ഇൻഡെപ്റ്റഡ്നെസ്. വളരെ വ്യക്തമായിട്ട് ഓർത്തോളണം. 1892 മദ്രാസ് ഗവൺമെന്റ്, ഫ്രെഡറിക് നിക്കോൾസൺ, റൂറൽ ഇൻഡെപ്റ്റഡ്നെസ്, ടു സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് റൂറൽ ഇൻഡെപ്റ്റഡ്നെസ്. ഒരു പരീക്ഷയ്ക്ക് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രോബ്ലം, ടു സ്റ്റഡി ദ പ്രോബ്ലം ഓഫ് റൂറൽ ഇൻഡെപ്റ്റഡ്നെസ്. ദെൻ നിക്കോൾസൺ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 3 ഭാഗങ്ങളായിട്ടാണെന്ന് പല ബുക്കുകളിലും കാണുന്നുണ്ട്, 2 ഭാഗങ്ങളെന്നും പല ബുക്കുകളിലും കാണുന്നുണ്ട്. അപ്പൊ 1895, 1897, 1899 ഇത്രയും ആണ് വർഷം ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത്. ലാസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷമാണ് 1899. അതായത് ഫ്രെഡറിക് നിക്കോൾസൺ submitted his report, last report 1899. In 1899 Nicholson submitted his last report. Then ആ റിപ്പോർട്ടിൽ നിക്കോൾസൺ കൺക്ലൂഡഡ് ഹിസ് ഒബ്സർവേഷൻ വിത്ത് ദ ഫൈൻഡ് റേഫീസൺ. അപ്പൊ നിക്കോൾസൺ, അത് ഓർത്തുകൊള്ളണം, നിക്കോൾസൺ ഫൈൻഡ് റേഫീസണെ ഫൈൻഡ് ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് റേഫീസൺ നിക്കോൾസൺ പറഞ്ഞിരിക്കുന്നു. ഫൈൻഡ് റേഫീസൺ, അദ്ദേഹത്തിന്റെ പോയിന്റ് ആണ് ഫൈൻഡ് റേഫീസൺ. നിക്കോൾസൺ കൺക്ലൂഡഡ് ഹിസ് ഒബ്സർവേഷൻ, ഫൈൻഡ് റേഫീസൺ. ദെൻ 1901 വൈസ്രോയി ഓഫ് ഇന്ത്യ ലോർഡ് കഴ്സൺ. അപ്പോൾ 1901 ഇന്ത്യയിലെ വൈസ്രോയി, 1901 ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? ലോർഡ് കഴ്സൺ പ്രഭു എന്ത് ചെയ്തു? അപ്പോയിന്റഡ് എഡ്വേർഡ് ലോ കമ്മിറ്റി. അപ്പം നമ്മൾ ഇവിടെ വർഷം പഠിക്കണം. 1901 ലോർഡ് കഴ്സൺ ആരെ അപ്പോയിന്റ് ചെയ്തു? എഡ്വേർഡ് ലോ കമ്മിറ്റി. എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ ലോർഡ് കഴ്സൺ ഇൻ ദ ഇയർ 1901. അപ്പൊ ഈ എഡ്വേർഡ് കമ്മിറ്റിയിൽ എത്ര പേരുണ്ടായിരുന്നു വെച്ചാൽ 3 പേര് അടങ്ങിയ കമ്മിറ്റിയാണ് എഡ്വേർഡ് ലോ കമ്മിറ്റി. എന്തിനു വേണ്ടി? ടു ഫ്രെയിം കോഓപ്പറേറ്റീവ് ലോ. ഇന്ത്യക്ക് വേണ്ടി ഒരു കോഓപ്പറേറ്റീവ് ലോ തയ്യാറാക്കാൻ വേണ്ടിയാണ് എഡ്വേർഡ് ലോ കമ്മിറ്റിയെ കഴ്സൺ നിയോഗിച്ചത്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1901. അപ്പൊ വർഷം മറക്കരുത്. 1901 എഡ്വേർഡ് ലോ കമ്മിറ്റിയെ നിയോഗിച്ചത് ലോർഡ് കഴ്സൺ.
ദെൻ അതർ മെമ്പേഴ്സ്, അപ്പം നമ്മൾ പറഞ്ഞു 3 പേരടങ്ങിയ കമ്മിറ്റിയാണ് എഡ്വേർഡ് ലോ കമ്മിറ്റി. ഫസ്റ്റ് എഡ്വേർഡ് തന്നെയായിരുന്നു, എഡ്വേർഡ് ലോ. ദെൻ അതർ മെമ്പേഴ്സ് ഫ്രെഡറിക് നിക്കോൾസൺ ആൻഡ് എച്ച് ഡ്യൂപ്പർനിക്സ്. 3 പേരടങ്ങിയ കമ്മിറ്റിയിൽ ഒരാൾ എഡ്വേർഡ് ലോ ആണ്, രണ്ടാമത്തത് ഫ്രെഡറിക് നിക്കോൾസൺ, മൂന്നാമത്തെ ആള് എച്ച് ഡ്യൂപ്പർനിക്സ്. അപ്പോൾ എഡ്വേർഡ് ലോ കമ്മിറ്റിയിലെ 3 പേരാണ്. എഡ്വേർഡ് ലോ കമ്മിറ്റിയിൽ എഡ്വേർഡ് ലോ, ഫ്രെഡറിക് നിക്കോൾസൺ, എച്ച് ഡ്യൂപ്പർനിക്സ്. ഈ 3 പേരാണ് എഡ്വേർഡ് ലോ കമ്മിറ്റിയിലെ മെമ്പേഴ്സ്. എമിനന്റ് കോഓപ്പറേറ്റർ ഓഫ് ഇംഗ്ലണ്ട് ഹൂ കോൺട്രിബ്യൂട്ടഡ് എഡ്വേർഡ് ലോ കമ്മിറ്റി. ഈ എഡ്വേർഡ് ലോ കമ്മിറ്റിയെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു എമിനന്റ് കോഓപ്പറേറ്റർ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ടതും റെയർ ആയിട്ടുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ ഹെൻറി വോൾഫ്. വോൾഫ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഹെൻറി വോൾഫാണ് ഈ കമ്മിറ്റി, എമിനന്റ് കോഓപ്പറേറ്റർ ആണ് ഇംഗ്ലണ്ടിലെ. അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്താണ് എഡ്വേർഡ് ലോ കമ്മിറ്റി, മിസ്റ്റർ ഹെൻറി വോൾഫ്. ദെൻ അപ്പം നമ്മൾ ഈ ഡ്യൂപ്പർനിക്സിനെ കുറിച്ച് പറഞ്ഞു. ഡ്യൂപ്പർനിക്സിന്റെ ഒരു ബുക്കുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്, ദ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ. സഹകരണ പരീക്ഷയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ ഈസ് റിട്ടൺ ബൈ ആരെന്ന് ചോദിച്ചിട്ട് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം മിസ്റ്റർ എച്ച് ഡ്യൂപ്പർനിക്സ് ആണ് എന്ത് ഈ ദ പീപ്പിൾ ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ മിസ്റ്റർ എച്ച് ഡ്യൂപ്പർനിക്സ്. മറക്കരുത്, എച്ച് ഡ്യൂപ്പർനിക്സ്. അപ്പം നമ്മൾ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ആണ് പറഞ്ഞു വരുന്നത്. അതോടനുബന്ധിച്ച് നമ്മളിപ്പോൾ പറയുന്നത് അതിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന ബുക്ക് റിട്ടൺ ബൈ മിസ്റ്റർ എച്ച് ഡ്യൂപ്പർനിക്സ് ആണെന്ന് പറഞ്ഞു. ദെൻ ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇൻ ഇന്ത്യ, ദ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. 1904 ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. അപ്പൊ ഈ 1904 ആക്ടിലെ ആക്ടിന് നെയിമുണ്ട്, ആക്ട് നമ്പർ 10. ഇപ്പൊ ഈ റോമൻ ലെറ്ററിൽ തന്നെ എഴുതണം, ആക്ട് നമ്പർ 10 ഓഫ് 1904. ആക്ട് നമ്പർ 10 ഓഫ് 1904. അപ്പൊ നമ്മൾ പറഞ്ഞു 1901 ഫാമിൻ കമ്മീഷൻ നമ്പർ 10 ഓഫ് 1904. അപ്പൊ ഈ ആക്ട് നമ്പർ 10 ഓഫ് 1904 പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കണം 1901 വൈസ്രോയി ലോർഡ് കഴ്സൺ എന്ത് ചെയ്തു, എഡ്വേർഡ് ലോ കമ്മിറ്റിയെ നിയോഗിച്ചു. എന്തിനു വേണ്ടി? കോഓപ്പറേറ്റീവ് ലോ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് 1901. അതിനുശേഷം നമ്മൾക്ക് ഈ ആക്ട് രൂപീകരിച്ചു. 1904 ആക്ട് നമ്പർ 10 ഓഫ് 1904 ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. അപ്പൊ ക്രെഡിറ്റ് എന്നുള്ള വളരെ പ്രസക്തമായ ഭാഗമാണ്. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ, ദ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904, ആക്ട് നമ്പർ 10 ഓഫ് 1904. അപ്പൊ ഇത് രൂപീകരിച്ചിരിക്കുന്നത് 25 മാർച്ച് 1904. ഇതും വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. 1904 മാർച്ച് 25, 25th മാർച്ച് 1904. ദെൻ ഈ ആക്ട് 1904 ആക്ട് വാസ് കമ്പൈൽഡ് ബൈ മിസ്റ്റർ ഡെവിസിൽ ഇബിറ്റ്സൺ. വളരെ പ്രധാനപ്പെട്ട ഒരു നെക്സ്റ്റ് പോയിന്റ്, 1904 ആക്ട് കമ്പൈൽ ചെയ്തത് ആരാണ്? കമ്പൈൽഡ് ബൈ മിസ്റ്റർ ഡെവിസിൽ ഇബിറ്റ്സൺ. ഡെവിസിൽ ഇബിറ്റ്സൺ ആണ് എന്ത് ചെയ്തത്? 1904 ആക്ടിലെ ആക്ട് കമ്പൈൽ ചെയ്തത്. അപ്പൊ ഡെവിസിൽ ഇബിറ്റ്സൺ ആണ് 1904 ആക്ട് കമ്പൈൽ ചെയ്തത്. ദെൻ 1904 ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 25th മാർച്ച് 1904. 25th മാർച്ച് 1904. ഇത് മറന്നുപോകരുത്. സഹകരണ മേഖലയിലുള്ള ഒന്നാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 1904 ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് 25th മാർച്ച് 1904. ദെൻ അപ്പോൾ ഈ ഓരോ ആക്ട് രൂപീകരിക്കുന്നതിനും അടിസ്ഥാനമായിട്ട് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും.
The object of 1904 Act was to encourage thrift, self-help and cooperation among agriculturists, artisans and peoples with limited means. അപ്പോൾ നമ്മളിവിടെ വളരെ പ്രധാനമായ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് 1904 ആക്ടിലെ ഒബ്ജക്റ്റ് എന്താണ്. ഈ ആക്ടിൻ്റെ ഒബ്ജക്റ്റാണ് ടു എൻകറേജ് ത്രിഫ്റ്റ്, സെൽഫ് ഹെൽപ്പ് ആൻഡ് കോഓപ്പറേഷൻ എമംഗ് അഗ്രികൾച്ചറിസ്റ്റ്. അതായത് കർഷകരുടെ ഇടയിൽ അല്ലെങ്കിൽ ആർട്ടിസൻസിൻ്റെ ഇടയിൽ ഒരു കോഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ത്രിഫ്റ്റ് ഇതൊക്കെ രൂപീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 1904 ആക്ടിലെ ആക്ട് രൂപീകരിച്ചത്. 1904 ആക്ട് വാസ് ബേസ്ഡ് ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്. ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ടിൻ്റെ വർഷം 1896. 1896 ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട്. ഈ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ബേസ് ചെയ്താണ് 1904 ആക്ട് രൂപീകരിച്ചത്. അപ്പോൾ ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ഫോംഡ് ഇൻ ദ ഇയർ 1896. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. 1896 ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് ബേസ് ചെയ്താണ് 1904 ആക്ട് രൂപീകരിച്ചത്. Then 1904 Act is famous for simplicity and elasticity. വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സ് ആണ് 1904 ആക്ടിന്റെ അടിസ്ഥാനത്തിൽ സിംപ്ലിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. ഇപ്പം 1904 ആക്ട് ഈസ് ഫേമസ് ഫോർ സിംപ്ലിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് 1904 ആക്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ 1904 ആക്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഇറ്റ് സിംപ്ലിസിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. ഇൻ ദ വേർഡ്സ് ഓഫ് സർ ഡാനിയൽ ഹാമിൽട്ടൺ, ഇറ്റ് വാസ് ദ വേ ഫ്രം പവേർട്ടി ടു പ്ലെന്റി. വാട്ട് വാസ് ഡിനോട്ടഡ് ബൈ ഹിം 1904 ആക്ട്. അപ്പോൾ 1904 ആക്ടിനെയാണ് ഡാനിയൽ ഹാമിൽട്ടൺ പറഞ്ഞത്. ഇറ്റ് വാസ് ദ വേ ഫ്രം പവേർട്ടി ടു പ്ലെന്റി അല്ലെങ്കിൽ പോവേർട്ടി ടു പ്ലെന്റി. ദാരിദ്ര്യത്തിൽ നിന്നും ധാരാളിത്തത്തിലേക്ക് പ്ലെന്റിയിലേക്ക് നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക്, വളരെ പുവറായിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഒരു സുഖകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് വാസ് ദ വേ ഫ്രം പവേർട്ടി ടു പ്ലെന്റി. ഡാനിയൽ ഹാമിൽട്ടൺ പറഞ്ഞിരിക്കുന്നത് ഏതിനെ സംബന്ധിച്ചാണെന്ന് ചോദിച്ചാൽ 1904 ആക്ടിനെ സംബന്ധിച്ചാണ്. 1904 ആക്ടിനെ ബേസ് ചെയ്ത് ഡാനിയൽ ഹാമിൽട്ടൺ, ആരാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഡാനിയൽ ഹാമിൽട്ടൺ പറഞ്ഞിരിക്കുന്ന വേർഡാണ് ഇറ്റ് വാസ് ദ വേ ഫ്രം പവേർട്ടി ടു പ്ലെന്റി. അപ്പം പവേർട്ടിയിൽ നിന്നും പ്ലെന്റിയിലേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞത് 1904 ആക്ടിനെയാണ്. ആരാണ് പറഞ്ഞിരിക്കുന്നത്, ഡാനിയൽ ഹാമിൽട്ടൺ. അപ്പോൾ 1904 ആക്ടിനെ ഡാനിയൽ ഹാമിൽട്ടൺ പറഞ്ഞു ഇറ്റ് വാസ് ദ വേ ഫ്രം പവേർട്ടി ടു പ്ലെന്റി. ദെൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് 1904 ആക്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിത്തൗട്ട് ഹാവിങ് എനി റൂൾസ്. ഈ ആക്ടിന് എന്തില്ല, വിത്തൗട്ട് ഹാവിങ് നോ റൂൾസ്, റൂളുകളില്ലാത്ത വിത്തൗട്ട് ഹാവിങ് നോ റൂൾസ് ആണ് 1904 ആക്ട്. ദെൻ 1904 ആക്ടിൽ എത്ര സെക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ കണ്ടെയ്നിങ് 29 സെക്ഷൻസ്, ഓൺലി 29 സെക്ഷൻസ്. അതായത് 1904 ആക്ടിന് 29 സെക്ഷൻ മാത്രമേ ഉള്ളൂ, ഒരു റൂള് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് എന്തുമാത്രമാണ്, ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വളരെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൺക്ലൂഡ് ചെയ്ത് വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് 1904 ആക്ടിനെ സംബന്ധിച്ച് എങ്ങനെയാണ് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് രൂപീകരിച്ചതെന്നും അതിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതെന്താണ്. അപ്പം ഇനി ബാക്കിയുള്ളത് അതിൽ ഈ 29 സെക്ഷൻ ഉണ്ട്. ആ 29 സെക്ഷനെ കുറിച്ച് നമ്മൾക്ക് പഠിക്കാനുണ്ട്.
ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ ഈ 1904 ആക്ടിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ സാരാംശമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തേക്ക് നമുക്ക് പിരിയാം. വീണ്ടും ഒരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.